BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു, ആളുകൾ കുടുങ്ങിയതായി സൂചന. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു. 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. കെട്ടിടത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. 2 പേർക്ക് പരിക്ക് പറ്റി എന്നാണ് വിവരം. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന് നാട്ടുകാർ. തിരികെ വന്നപ്പോൾ ശകാരം, തർക്കം, പിന്നാലെ കഴുത്ത് ഞെരിച്ച് കൊലപാതകം. ആലപ്പുഴ മാരാരിക്കുളത്ത് മകളെ അച്ഛൻ തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിൽ രാത്രിയാത്രയുമായി ബന്ധപ്പെട്ട തർക്കം. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 15-ാം വാർഡ് കുടിയാംശ്ശേരി വീട്ടിൽ ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവ് ഫ്രാൻസിസിനെ ഇന്നലെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മാലിയിൽ 3 ഇന്ത്യക്കാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. അൽഖ്വയ്ദയുമായി ബന്ധമുള്ളവരെന്ന് സംശയം. ജാഗ്രതാ നിർദ്ദേശം. മാലിയിലെ സിമന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന 3 ഇന്ത്യൻ പൌരന്മാരെ നിരോധിത ഭീകര സംഘടനയായ അൽഖ്വയ്ദയുമായി ബന്ധമുള്ള ഭീകരർ തട്ടിക്കൊണ്ടുപോയതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. പടിഞ്ഞാറൻ മാലിയിലെ കേസിലെ ഡയമണ്ട് സിമന്റ് ഫാക്ടറിയിലാണ് ഒരു സംഘം ആയുധധാരികളെത്തി ആക്രമണം നടത്തിയത്. തോക്കുധാരികൾ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ബന്ദികളാക്കുകയായിരുന്നു. സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബാലിയിൽ ബോട്ട് മുങ്ങി, 43 പേരെ കാണാനില്ല, 2 മരണം, തിരച്ചിൽ. ബാലിയിൽ 65 പേരുമായി സഞ്ചരിക്കുകയായിരുന്ന ഫെറി ബോട്ട് കടലിൽ മുങ്ങി, 2 പേർ മരിച്ചു, 43 പേരെ കാണാതായി. കിഴക്കൻ ജാവയിലെ കെറ്റപാങ് തുറമുഖത്തു നിന്നും ബാലിയിലെ ഗിലിമാനുക് തുറമുഖത്തേക്ക് പോകുകയായിരുന്ന KMP ടുനു പ്രതാമ ജയ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. യാത്ര തുടങ്ങി 30 മിനിറ്റിനുള്ളിലായിരുന്നു അപകടം. ബോട്ടിൽ 53 യാത്രക്കാരും 12 ജീവനക്കാരും ഉണ്ടായിരുന്നു. നിരവധി ട്രക്കുകൾ ഉൾപ്പെടെ 22 വാഹനങ്ങളും ഉണ്ടായിരുന്നു. 20 പേരെ രക്ഷപ്പെടുത്തി എന്നാണ് അധികൃതർ പറയുന്നത്. രക്ഷപ്പെടുത്തിയവരിൽ പലരും അബോധാവസ്ഥയിലാണ്. ഗവർണർ പറയുന്നത് കേൾക്കും, സുരക്ഷയിൽ തീരുമാനം രാജ്ഭവന്റേത്. സിസ തോമസ് സർവകലാശാലയിലേക്ക്. SFI പ്രതിഷേധത്തിനിടെ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുമെന്ന് സിസ തോമസ്. 4-5 ദിവസത്തേക്ക് ചുമതല വഹിക്കുവാൻ എത്തുന്ന തനിക്ക് എന്തിനാണ് മുന്നറിയിപ്പെന്നും സിസ തോമസ് BMC ന്യൂസിനോട് പറഞ്ഞു. ചാൻസലറായ ഗവർണർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും. ചുമതല ഏറ്റെടുക്കണമെന്ന ഉത്തരവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സിസ തോമസ് പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റി, സ്വീകരിച്ച മാർഗം തെറ്റായിരുന്നു, തെളിവുകളെല്ലാം അന്വേഷണ സമിതിക്ക് മുൻപാകെ നൽകിയെന്ന് ഡോക്ടർ ഹാരിസ്. താൻ പറഞ്ഞ കാര്യങ്ങൾ ബലപ്പെടുത്തുന്ന തെളിവുകളെല്ലാം അന്വേഷണ സമിതിക്ക് മുൻപാകെ നൽകിയെന്ന് ഡോക്ടർ ഹാരിസ്. മൊഴി നൽകുവാനായി ഇന്നലെ വൈകിട്ട് 6 മണിവരെ താൻ ആശുപത്രിയിലുണ്ടായിരുന്നു. സഹപ്രവർത്തകരും തന്നെ അനുകൂലിക്കുന്ന മൊഴികളാണ് നൽകിയത്. എന്താണ് തനിക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങളെന്ന് അന്വേഷണ സമിതി ചോദിച്ചു. ഇതിന് മറുപടിയായി 4 പേജ് എഴുതി നൽകി. അന്വേഷണ റിപ്പോർട്ട് നൽകുമ്പോൾ ഇതും കൂട്ടിച്ചേർക്കണമെന്നും താൻ സർവീസിൽ ഇല്ലെങ്കിലും ഇത് നടപ്പാക്കണമെന്നും അന്വേഷണ സമിതിയോട് പറഞ്ഞിരുന്നുവെന്ന് ഹാരിസ് പറഞ്ഞു. വ്യാപാരം വ്യാപിപ്പിക്കുവാൻ ഇന്ത്യൻ ഇരുമ്പ് കമ്പനികൾക്ക് UAE-യിൽ ഓഫീസ്. രാജ്യത്തെ ഇരുമ്പ് ഉൽപാദക കമ്പനികൾക്ക് UAE-യിൽ ഓഫീസ് തുറന്ന് ഇന്ത്യ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മെക്കോൺ ലിമിറ്റഡ്, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയ്ക്കാണ് ദുബായിൽ ഓഫീസ് തുറന്നത്. കേന്ദ്ര ഉരുക്ക്, വ്യവസായ, പൊതുമേഖലാ സ്ഥാപന മന്ത്രി HD കുമാരസ്വാമി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ സ്റ്റീൽ കമ്പനികൾക്ക് രാജ്യാന്തര വിപണിയിലേക്കുള്ള പ്രവേശന കവാടമായി ഈ ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതുവഴി ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ മേഖലയിലേക്ക്
വ്യാപാരം വ്യാപിപ്പിക്കുവാൻ കഴിയുമെന്നും മന്ത്രാലയം പ്രതിനിധികൾ അറിയിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന് UAE-യിലെത്തിയ കേന്ദ്രമന്ത്രി കുമാരസ്വാമി UAE-യിലെ ഭരണാധികാരികളുമായും വിവിധ വകുപ്പ് മേധാവികളുമായും ചർച്ച നടത്തി. ഇത് ഏകദിനമാണ്. വൈഭവ് 2020-യെ വെല്ലുന്ന ബാറ്റിംഗ് പ്രകടനവുമായി തകർത്തടിച്ച് 31 പന്തിൽ 86 റൺസ്. ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ. ഇംഗ്ലീഷ് മണ്ണിൽ വൈഭവ് സൂര്യവംശി എന്ന 14-കാരന്റെ തേരോട്ടം തുടരുന്നു. ഒരിക്കൽ കൂടി ഇംഗ്ലണ്ട് യുവനിരയെ വിറപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനവുമായി സൂര്യവംശി തന്റെ വൈഭവം പ്രകടമാക്കിയ മത്സരത്തിൽ ഇംഗ്ലണ്ട് അണ്ടർ-19 ടീമിനെതിരെ ഇന്ത്യൻ യുവനിരയ്ക്ക് വിജയം. മഴ മൂലം 40 ഓവറാക്കി ചുരുക്കിയ യൂത്ത് ഏകദിനത്തിൽ 4 വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചു കയറിയത്. ഇതോടെ 5 മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയിൽ ഇന്ത്യ 2-1 മുൻപിലെത്തി. 4-ാം ഏകദിനം ശനിയാഴ്ച വോൾസെസ്റ്ററിൽ നടക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.